सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहे तेजस्विनावतीतमस्तु मा विद्विषावहे। ओम शांति शांति शांतिः। ओम सदाशिवसमारम्भां शङ्कराचार्यमध्यमा अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करं शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः। ओं नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ॐ श्री गुरुभ्यो नमः। हरिः ॐ। എല്ലാ സാധകർക്കും വിനീത പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഖ ബൃഹദാരണ്യക ഉപനിഷത്ത്. പ്രഥമകാണ്ഡം മധുകാണ്ഡം. പ്രഥമ അധ്യായം ഉപാസനാ പ്രകരണം. ദ്വിതീയോ അധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണം. ഇന്നലെ നമ്മൾ ഉപാസനാ പ്രകരണത്തിൻ്റെ ഒരു സിംഹാവലോകനം കണ്ടു. 6 ബ്രാഹ്മണങ്ങളായിക്കൊണ്ട് 6 വിധത്തിൽ ഉപാസനകൾ യാജ്ഞവൽക്യ മഹർഷി നമ്മൾക്ക് പറഞ്ഞു തരുന്നത് സാമാന്യമായി കണ്ടു. അതിനുശേഷം ഉപാസനയിലൂടെ എന്താണ് നേടിയെടുക്കേണ്ടതെന്നും അദ്ദേഹം തന്നെ പറഞ്ഞു തന്നു. നിഷ്കാമ ഉപാസനയിലൂടെ ബ്രഹ്മവിദ്യാ അധികാര പ്രാപ്തി, അത് നമ്മൾ കണ്ടു. അതിനുശേഷം ദ്വിതീയ അധ്യായം ബ്രഹ്മവിദ്യാ പ്രകരണത്തിലേക്ക് പ്രവേശിച്ചു. അതിൽ 6 ബ്രാഹ്മണങ്ങളായിട്ട് തന്നെയാണ് അതിനെയും തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം, ദ്വിതീയ ബ്രാഹ്മണം ശിശു ബ്രാഹ്മണം, തൃതീയ ബ്രാഹ്മണം മൂർത്താമൂർത്ത ബ്രാഹ്മണം, ചതുർത്ഥ ബ്രാഹ്മണം മൈത്രേയി ബ്രാഹ്മണം, പഞ്ചമ ബ്രാഹ്മണം മധുബ്രാഹ്മണം, ഷഷ്ട ബ്രാഹ്മണം വംശബ്രാഹ്മണം. ഇങ്ങനെ 6 ബ്രാഹ്മണങ്ങളായി ബ്രഹ്മവിദ്യാ പ്രകരണത്തിനെ അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ എന്ന പ്രധാന വിഷയത്തിനെ ചർച്ച ചെയ്യുവാനായി ദ്വിതീയോധ്യായം 6 ബ്രാഹ്മണങ്ങളായി യാജ്ഞവൽക്യ മഹർഷി തരംതിരിച്ചു. അതിൽ പ്രഥമ ബ്രാഹ്മണം അജാതശത്രു ബ്രാഹ്മണം നമ്മൾ കണ്ടു. അതിൽ 20 മന്ത്രങ്ങളിലായിക്കൊണ്ട് സുഷുപ്തി എന്ന വിചാരത്തിനെ അജാതശത്രുവായ ഗുരുനാഥൻ ശിഷ്യനായ ഗാർഗ്യന് ഉപദേശിക്കുന്നത് നമ്മൾ കണ്ടു. അല്ലയോ ഗാർഗ്യ, നിന്റെ വിദ്യാഗർഭം അജ്ഞാനം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. നിന്റെ ബ്രഹ്മവിദ്യയെ അല്ലെ മോക്ഷത്തിന് തടസ്സമായിരിക്കുന്നു. അതിനെ നീ നീക്കുവാനായി
അജ്ഞാന അല്ലെ മായയെ നീക്കൂ, അതിനായിട്ടുള്ള ഉപായങ്ങൾ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കണ്ടു. അതിൽ കുറച്ച് പേർക്കൊരു സംശയം വന്നിരുന്നു. നമുക്കതും കൂടെ ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അതായത് മന്ത്രം 19 എടുക്കുമോ? അജാതശത്രു ബ്രാഹ്മണം 19 മന്ത്രം, 19ാമത്തെ മന്ത്രം എല്ലാവരും എടുക്കുമോ? ഞാനൊന്ന് പറയാ. അധഃ യഥാ സുഷുപ്തോ ഭവതി യഥാ ന കസ്യചന വേദ ഹിതാ നാമ നാട്യോ 270 സഹസ്രാണി ഹൃദയാദു പുരീദദം അഭിപ്രതിഷ്ഠന്തെ താഭിഃ പ്രത്യവസൃപ്യാ പുരീദതി സേതേ സഹ യഥാ കുമാരോ വാ മഹാരാജോ വാ മഹാബ്രാഹ്മണോ വാ അദിഗ്നീം ആനന്ദസ്യ ഗത്വാ ശൈത ഏവം ഏവ ഏഷഃ ഏതശ്ചേതേ. ഇതാണ് 19ാമത്തെ മന്ത്രം. അതിൽ ഹിതാനാമ നാട്യോ, അവിടെയാണ് സംശയം വന്നത്. നമ്മൾ പഠിച്ചപ്പോൾ കുറച്ച് പേര് പറഞ്ഞു 72,000 നാഡികളുണ്ട്, അതിനെയാണ് ഹിത എന്ന് വിളിക്കുന്നത് എന്ന്. ഇന്നലെ ഞാൻ പറഞ്ഞു ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്നതിന് ആ ഭാഗത്തിനെയാണ് ഹിത എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ടും കൂടെ സംശയമായെന്ന് കുറച്ച് പേര് പറഞ്ഞു. എനിക്ക് അറിയില്ല, ഞാൻ അന്ന് എന്താ പറഞ്ഞതെന്ന് ഓർമ്മയില്ല. ഇന്നലെ പറഞ്ഞ എന്തായാലും ഓർമ്മയുണ്ട്. ഹിതാനാമ, ശ്രദ്ധിക്കണേ, ഹിതാനാമ നാട്യോ 270 സഹസ്രാണി, അവിടെയാണ് സംശയം. അതായത് ഈ 72,000 നാഡികളെയും കൂടെ ചേർത്ത് ഹിത എന്ന് വിളിക്കുന്നോ അതോ ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്ന ആ സെൻട്രൽ പോയിന്റിനെയാണോ ഹിത എന്ന് വിളിക്കുന്നത്? പക്ഷെ എൻ്റെ പുസ്തകത്തിൽ ഞാൻ അന്ന് പറഞ്ഞത് എഴുതി വച്ചിരിക്കുന്നത് ഇന്നലെ പറഞ്ഞതുപോലെയാണ്. പക്ഷെ എന്താണോ എനിക്കറിഞ്ഞൂടാ, എന്താണ് സംശയം അങ്ങനെ വരാൻ കാരണം എന്ന് ദയവായി ശ്രദ്ധിക്കുക. ഹിതാനാമ നാഡി എന്ന് വെച്ചാൽ ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്ന ആ സെൻട്രൽ പോയിന്റിനെയാണ് ഹിത എന്ന് വിളിക്കുന്നത്. അല്ലാതെ 72,000 നാഡികളെയും കൂടെ ഹിത എന്ന് വിളിക്കുകയല്ല. കാരണം ഈ നാഡികൾക്കൊക്കെ പല പല പേരുകളാണ്. അപ്പോൾ ഇന്നലെ ഇങ്ങനെ ഒരുപാട് പേര് സംശയം പറഞ്ഞപ്പോൾ എനിക്കും ഒരു കൺഫ്യൂഷനായി. അയ്യോ ഭഗവാനെ, പറഞ്ഞത് അബദ്ധമായോ എന്ന്. അപ്പോൾ ഇന്നലെ ഞാൻ ആചാര്യൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഇങ്ങനെ ആചാര്യജിയോട് ചോദിച്ചു, ഇങ്ങനെ എന്താണ് അവിടെ ഒരു കൺഫ്യൂഷൻ വരുന്നു എന്താണെന്ന് ചോദിച്ചപ്പോൾ സ്വാമിജി പറഞ്ഞു തന്നത് 72,000 നാഡികളെയും കൂടെ ഹിത എന്ന് വിളിക്കുകയല്ല ചെയ്യുന്നത്. കാരണം ഈ 72,000 നാഡികൾക്കും പല പല പേരുകളാണുള്ളത്. ശ്രദ്ധിക്കണേ, സംശയം വന്നുകൊണ്ടാണ് വീണ്ടും ചർച്ച ചെയ്യുന്നത്. ഈ 72,000 നാഡികളെയും കൂടെ ഒരുമിച്ച് ഹിത എന്ന് വിളിക്കുകയല്ല. 72,000 നാഡികളുണ്ട് ശരീരത്തിൽ, അതിന് പല പല പേരുകളാണ് ഉള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഏറ്റവും പ്രസിദ്ധമായതൊക്കെ സുഷുപ്ന നാഡി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാകും. അങ്ങനെ അനേകം പേരുകളുണ്ട്. സംവേദക നാഡി എന്ന് പറഞ്ഞ് വിളിക്കും, അതായത് സെൻസറി സിസ്റ്റം, അതും കേട്ടിട്ടുണ്ടാകും. അതായത് നമ്മൾ ഗ്രാസ്പ് ചെയ്യുന്നതൊക്കെ, നമ്മൾ പുതിയ പുതിയ അറിവുകളൊക്കെ മസ്തിഷ്കം ശേഖരിക്കില്ലേ, ബുദ്ധി, അതൊക്കെ സെൻസ് ചെയ്യുന്നതൊക്കെ ഇല്ലേ, അതൊക്കെ അതിന് സംവേദക നാഡി എന്ന് വിളിക്കാറുണ്ട്. സുഷുപ്ന നാഡി നിങ്ങൾ കേട്ടിട്ടുണ്ട്, അതെല്ലാവർക്കും അറിയാം അല്ലേ, സുഷുപ്ന അതെവിടെയാണെന്ന്. അതുപോലെ ചാലക നാഡികളുണ്ട്. ചാലക നാഡി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജങ്ങൾ, ചാലക ശക്തികൾ, ഓരോ ഭാഗത്തേക്കും ഊർജങ്ങളെ വിതരണം ചെയ്യുന്നു. അങ്ങനെ അനേകം നാഡികൾ ഈ പേരുകളിലൂടെ അറിയപ്പെടുന്നുണ്ട്. അനേകം പേരുകളുണ്ട്. അപ്പോൾ ഇതിൽ ഉദാഹരണങ്ങളായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, സംവേദക നാഡി, ചാലക നാഡി, സുഷുപ്ന നാഡി ഇത്യാദി. അതുപോലെ തന്നെ ഒരു പേരാണ് ഹിത എന്നത് അല്ലേ. ഹിത എന്നത് നാഡിയുടെ പേരാണ്. അപ്പോൾ ഈ ഹിത എന്ന് വെച്ചാൽ എന്താണ്? ശ്രദ്ധിക്കുക, ഹിത എന്ന വാക്കിൻ്റെ അർത്ഥം ഹൃദയത്തിൽ നിന്നുമാണ് ഈ 72,000 നാഡികളും ആരംഭിക്കുന്നത്. ആ ആരംഭ സ്ഥാനത്തെ സെൻട്രൽ പോയിന്റ്, ഇങ്ങനെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയെന്നറിയാൻ ഞാൻ അന്ന് റെക്കോർഡ് ചെയ്ത വീഡിയോ എടുത്തു നോക്കി. അപ്പോൾ അതിലും പറഞ്ഞിട്ടുണ്ട് സെൻട്രൽ പോയിന്റ് എന്ന്. നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. ഇപ്പോൾ എഴുതാൻ വിട്ടുപോയതാണെങ്കിൽ നിങ്ങൾ ദയവായി അത് കൂട്ടിച്ചേർക്കുക.
അജാതശത്രു ബ്രാഹ്മണം മന്ത്രം 19 ഹിതാനാമ നാഠ്യോ ദ്വാസപ്തതി സഹസ്രാണി. എന്നാൽ ശരീരത്തിൽ നിന്നും 72,000 നാഡികൾ ശരീരത്തിലുണ്ട്. അതൊരു എക്സാക്റ്റ് കണക്കല്ല എന്ന് നമ്മൾ അന്ന് ചർച്ച ചെയ്തു. ചിലവർക്ക് 72,000-ൽ 1 കാണും, ചിലവർക്ക് 71,000 കാണുകയുള്ളൂ, ചിലവർക്ക് 70,000 കാണുകയുള്ളൂ. ഇതൊരു കറക്റ്റായിട്ടുള്ള സംഖ്യ അല്ല അല്ലേ എന്നും നമ്മളവിടെ ചർച്ച ചെയ്തിരുന്നു. എല്ലാവരും എഴുതുന്നുണ്ടെന്ന് അല്ലെങ്കിൽ നോട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ഇത് മുണ്ടകോപനിഷത്തിലൊക്കെ ചർച്ച ചെയ്തിരുന്നു പറഞ്ഞു. പിന്നെ ഇത് ഹൃദയത്തിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. ആ ആരംഭ സ്ഥാനത്തെയാണ് ഹിത എന്ന് വിളിക്കുന്നത്. ദയവായി അങ്ങനെ തന്നെ മനസ്സിലാക്കുക. ഹൃദയത്തിൽ നിന്നും ആരംഭിക്കുന്നു. ആ ആരംഭ സ്ഥാനത്തെയാണ് ഹിത എന്ന് വിളിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഹൃദയാത് പുരീതം അഭിപ്രതിഷ്ഠന്തി. ഹൃദയമാണ് ഇവയ്ക്കെല്ലാം ആധാരമായിരിക്കുന്നത് അല്ലേ. ഹൃദയത്തിൽ നിന്നുമാണ് സർവറ്റിലേക്കും ആ സർവനാഡികളും സർവശരീരത്തിൻ്റെ സർവഭാഗങ്ങളിലേക്കും പോകുന്നത്. ഹൃദയമാണ് ഇതിൻ്റെ അഭിപ്രതിഷ്ഠം. അഭിപ്രതിഷ്ഠം എന്ന് വെച്ചാൽ ആധാരസ്ഥാനം, അതായത് സെൻട്രൽ പോയിന്റ്. അവിടെ നിന്നാണ് ഇത് മറ്റുള്ള ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പോകുന്നതെന്ന് നമ്മൾ ചർച്ച ചെയ്തു. അതിനുശേഷം പറഞ്ഞു താഭിഹി പ്രത്യവസൃഭ്യ പുരീദതി ഷേദേ. അതായത് നമ്മൾ ഈ കടന്നു പോകുന്ന എല്ലാ അവസ്ഥകളിലും, ജാഗ്രത ആയിക്കോട്ടെ, സ്വപ്നമായിക്കോട്ടെ, സുഷുപ്തി ആയിക്കോട്ടെ, ഈ അവസ്ഥകളിലൂടെയൊക്കെ ജീവൻ കടന്നു പോകുന്നു. അതിനുശേഷം എന്താണ് അത് ആ സമയത്തൊക്കെ എന്താണ് ഈ ഓരോ നാഡികളും അതാതിൻ്റെ ധർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നും നമ്മളവിടെ ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം ഉദാഹരണം കണ്ടു. കുമാരനായിക്കോട്ടെ, മഹാരാജാവായിക്കോട്ടെ, മഹാബ്രാഹ്മണൻ ആരും ആയിക്കോട്ടെ, അവരെല്ലാം എന്താണ് സുഷുപ്തി അവസ്ഥയിൽ ഈ സുഖദുഃഖാദി ഭോഗങ്ങളൊന്നും അവരനുഭവിക്കുന്നില്ല. അവർക്ക് അവരുടേതായ ഐഡൻറ്റിറ്റി പോലുമില്ല. കുമാരനാണെന്നുള്ള ഞാൻ കുമാരൻ എന്ന ഭാവത്തിൽ ഉറങ്ങാൻ കിടക്കുന്നു. പക്ഷെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ കുമാരനോ കുമാരിയോ വൃദ്ധയോ യുവാവോ ആരുമല്ല. ആ ഉദാഹരണങ്ങൾ കണ്ടിരുന്നു. അവരെന്താണ് സുഷുപ്തിയിൽ ആനന്ദത്തിൻ്റെ പരമകാഷ്ഠയെ അനുഭവിക്കുന്നു. കാരണം അവർ പരമാത്മാവുമായി ഏകീഭവിക്കുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ശൈത ഏവ ഏവ ഏതസ്യ ശേതേ. ഇങ്ങനെയാണ് ഒരു ജീവൻ സുഷുപ്തിയെ പ്രാപിക്കുന്നത്. പരമാത്മാവുമായി ഏകീഭവിക്കുന്നത് കൊണ്ട് ആനന്ദത്തെ അനുഭവിക്കുന്ന ആ സമയത്തെ സുവിധി എന്ന് വിളിക്കുന്നു. അങ്ങനെ സുഷുപ്തി അവസ്ഥയെ ഒരു ജീവൻ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാണ് 19ാമത്തെ മന്ത്രം നമ്മൾ കണ്ടത്. അപ്പം സംശയം മാറിയെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ അജാതശത്രു ബ്രാഹ്മണം പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റുപറ്റിയെങ്കിൽ ദയവായി ക്ഷമിക്കുക. ഇതുപോലെ എഴുതി വെക്കുക അല്ലേ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സംശയം ചോദിച്ചവർ ദയവായി ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കിനി അടുത്തതിലേക്ക് പോകാം. അങ്ങനെ 20 മന്ത്രങ്ങളിലൂടെ അജാതശത്രു ബ്രാഹ്മണം അവസാനിച്ചു. ബാക്കി ആരും മറ്റു ഭാഗങ്ങളിലെ സംശയങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് ഞരമ്പുകള് നെർവ്സിനെ അതിനെയാണ് സംവേദക നാഡി എന്ന് പറഞ്ഞ് സയൻസിൽ പറയുന്നത്. സെൻസറി നെർവ് അതാണ് മെയിൻ എന്നാണ് സയൻസ് പറയുന്നത്. അത് ശരിയാണോ അമ്മ പറഞ്ഞത്? ഹരിയോ? ശാസ്ത്രം ഇങ്ങനെയാണ് പറയുന്നത്. ഹൃദയാതു പുരീതകം എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഓം നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യഃ. ചോദിക്കൂ. എവിടെയാ പറഞ്ഞത്? അജാതശത്രു ബ്രാഹ്മണാണോ?
നിമഗ്നൻ ഉന്മഗ്നൻ എന്ന് വെച്ചാൽ മുങ്ങിത്താഴുക എന്ന അർത്ഥം. അതായത് വീണ്ടും വീണ്ടും പുനർജന്മം. ആ സന്ദർഭം പറഞ്ഞപ്പോഴാണ് നിമഗ്നൻ ഉന്മഗ്നൻ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിച്ചത്. അത് വിവേക ചൂടാമണിയിലും ആത്മബോധത്തിലും മുണ്ടകോപനിഷത്തിലും ഉണ്ടെന്ന് നമ്മളത് പറഞ്ഞിരുന്നു. അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞ ഒരു നദിയിൽ ഒഴുക്കിൽ പെട്ടുപോയ ഒരു ജീവൻ, അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ പറയുക. ഒരുപാട് വെള്ളമുള്ള സ്ഥലത്ത് അങ്ങ് മുങ്ങിപ്പോവും. പിന്നെ എന്താണ്, ആ ഓളങ്ങൾക്കനുസരിച്ച് അയാൾ പൊങ്ങി വരും, വീണ്ടും മുങ്ങിത്താഴും, വീണ്ടും പൊങ്ങി വരും. അങ്ങനെയാണ് പുനർജന്മ ചക്രം എന്ന്. അതായത് സുഖം ദുഃഖം പുനരഭിജനനം പുനരഭിമരണം എന്നത് ഇങ്ങനെയാണ്. ഈ മുങ്ങിത്താഴുന്നത് പോലെ ഒരു വെള്ളത്തിൽ വീണ ഒരു ജീവൻ എങ്ങനെയാണോ വെള്ളത്തിൻ്റെ ഓളം അനുസരിച്ച് മുങ്ങിത്താഴുന്നത്, അതനുസരിച്ചാണ് ഒരു ജീവൻ തൻ്റെ സുഖദുഃഖങ്ങൾ പ്രാരാബ്ധമനുസരിച്ച് പുനർജന്മം എടുക്കുന്നത് എന്ന് പറയുന്ന ഉദാഹരണത്തിലാണ് നിമഗ്നൻ ഉന്മഗ്നൻ എന്ന വാക്ക് ഉപയോഗിച്ചത്. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അത് തന്നെ, അതെ 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 അതെയോ? ഓ സന്തോഷം. അതെ അല്ലേ? ആരൊക്കെയോ അങ്ങനെ അല്ല എഴുതിയത്. മൃഡാനന്ദ സ്വാമിജിയുടെ ബുക്കിലും നാഡികളെ എല്ലാം കൂടെ ഹിത എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സംശയമുണ്ടായത്. അപ്പം ദയവായി തിരുത്തുക. ആ ആരംഭ സ്ഥാനത്തിന്, സെൻട്രൽ പോയിന്റിനെയാണ് ഹിത എന്ന് വിളിക്കുന്നത്. എല്ലാ നാഡികളെയും കൂടെ ഹിത എന്നല്ല വിളിക്കുന്നത്. നാഡികൾക്കൊക്കെ പല പേരുകളുണ്ട്. അത് ഉദാഹരണമായിട്ട് ഞാൻ മുമ്പേ പറഞ്ഞത് സുഷുപ്ന നാഡി, സംവേദക നാഡി, ചാലക നാഡി എന്നൊക്കെ പറഞ്ഞ് അനേകം പേരുകളുണ്ട്. അത് നമ്മൾ യോഗശാസ്ത്രം പഠിക്കാൻ സാധിച്ചാൽ അതിൽ പഠിക്കാം നാഡികളൊക്കെ. അതുകൊണ്ട് ദയവായി തിരുത്തുക. സന്തോഷം. ഒരുപാട് പേര് അതിന് മനനം ചെയ്തല്ലോ. സന്തോഷം. ഓക്കെ, നമുക്ക് അടുത്തതിലേക്ക് പോകാം അല്ലേ? ഇത് തുടങ്ങിയ കാലത്ത് തന്നെ ഒരു ആയുർവേദ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്ത് വെയിലിന്റെയും നെർവിന്റെയും അത് നമ്മുടെ സയൻസിൽ അങ്ങനെ പഠിച്ചാലും ശാസ്ത്രത്തിൽ ഇങ്ങനെ തന്നെയാണ്, സെപ്പറേറ്റ് ആയിട്ട് പറയുന്നില്ല എന്ന് പറഞ്ഞു. അതെ അതെ അതെ. ഓ ഹരിയോ, സന്തോഷം. ആയുർവേദ ശാസ്ത്രവും അത് അംഗീകരിക്കുന്നുണ്ട്. ശരിയാ. നമ്മൾ രേഹാജി എപ്പോഴാണെന്നറിയോ ഡിസ്കസ് ചെയ്തത്? ഇത് മുണ്ടകോപനിഷത്ത് പഠിച്ചപ്പോൾ അന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് ഈ കാര്യം പറഞ്ഞതായിട്ട് ഓർക്കുന്നു. എന്തായാലും ഹരിയോം എല്ലാവർക്കും. നമുക്ക് അടുത്തതിലേക്ക് പോകാം. ദ്വിതീയോധ്യായം ദ്വിതീയ ബ്രാഹ്മണം എല്ലാവരും എടുക്കുവോ? ദ്വിതീയോധ്യായം ദ്വിതീയ ബ്രാഹ്മണം. അത ശുക്ല യജുർവേദീയ കാൺവശാഹ ബൃഹദാരണ്യക ഉപനിഷത്ത് മധുകാണ്ഡം ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം ദ്വിതീയ ബ്രാഹ്മണം ശിശുബ്രാഹ്മണം അല്ലേ? നമ്മൾ അത് തുടങ്ങിയിരുന്നു. 4 മന്ത്രങ്ങളോട് കൂടിയതാണ് ശിശുബ്രാഹ്മണം. ദയവായി എല്ലാവരും എടുക്കുക. ശിശുബ്രാഹ്മണത്തിൻ്റെ കാതൽ എന്താണോ അജാതശത്രുവിൻ്റെ അടുത്ത്, ശ്രദ്ധിക്കണേ, എന്താണോ അജാതശത്രുവിൻ്റെ അടുത്ത് എന്താണോ ഗാർഗ്യൻ്റെ അടുത്ത് അജാതശത്രു അവസാനമായി ഉപദേശിച്ച ആ രഹസ്യ ഉപദേശം, സത്യസ്യ സത്യം എന്നത്. ആ രഹസ്യ ഉപദേശത്തെ മനസ്സിലാക്കാൻ സാധിക്കാത്തവർക്ക് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്, അത് അധികാരത്തിൻ്റെ കുറവ് കൊണ്ടാണ്. ആ അധികാരം വളർത്തിയെടുക്കുവാനായി ഞാൻ നിങ്ങൾക്ക് ഉപാസന പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശിശുബ്രാഹ്മണവും മൂർത്താമൂർത്ത ബ്രാഹ്മണവും നമ്മൾക്കായിട്ട് ബ്രഹ്മവിദ്യാപ്രകരണത്തിൽ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തരുന്നത്. ശിശുബ്രാഹ്മണം 4 മന്ത്രങ്ങളോട് കൂടിയതാണെന്ന് നമ്മൾ കണ്ടു. ഇതിന് മറ്റൊരു പേരുണ്ട്, പ്രാണബ്രാഹ്മണം അല്ലേ? ഒക്കെ എഴുതി വെക്കണം. ഇനി അടുത്ത ചോദ്യങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്.
ശിശുബ്രാഹ്മണം. അപ്പോൾ ഇതൊക്കെ വരും. എന്താണ് ശിശുബ്രാഹ്മണത്തിന് മറ്റൊരു പേര്? അപ്പോൾ എഴുതണോ? പ്രാണബ്രാഹ്മണം. പിന്നെ അടുത്തത് എന്താണ്? ഓരോ മന്ത്രങ്ങളിലേക്ക് നമ്മൾക്ക് പ്രവേശിക്കുക. അതിന് മുമ്പ് എന്താണ് ശിശു? എന്തുകൊണ്ടാണ് ശിശു എന്ന വാക്ക് ഇവിടെ മന്ത്രം തുടങ്ങുന്നത്? 4 മന്ത്രങ്ങളിൽ ഒന്നാമത്തെ പ്രഥമ മന്ത്രം തുടങ്ങുന്നത് ഇവിടെ എന്താണ്? പശു എന്ന ശിശുവിനെ ഉദാഹരണമാക്കി ആലംബനമാക്കി വെച്ചുകൊണ്ട് ഉപാസന നിർദ്ദേശിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി. അതുകൊണ്ട് ഇതിനെ ശിശുബ്രാഹ്മണം എന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ കണ്ടിരുന്നു അല്ലേ? ഒന്നാമത്തെ മന്ത്രം പാരായണം ചെയ്യണോ? ഒരുമിച്ച് ചൊല്ലാം എന്തായാലും. യഹ വൈ ശിശും സാധാനം സംപ്രത്യാധാനം സസ്തൂണം സധാമം വേദ സപ്തഃ ദിശതഃ ഭ്രാതൃവ്യാൻ അവരുണദ്ധി അയം വാവ ശിശുരോയം മധ്യമഃ പ്രാണഃ തസ്യ ഇദമേവ ആധാനം ഇദം പ്രത്യാധാനം പ്രാണഃ സ്ഥൂണ അന്നം ധാമ. എളുപ്പമാണ്. നമ്മൾ ആ ഒരു ടേബിളൊക്കെ വരച്ചിരുന്നു, അത് മാത്രം ഓർത്താൽ മതി. ഒരു പശുക്കിടാവിന് എന്താണ്, അത് ജനിച്ച് ചെറിയ കുട്ടിയാണ് അല്ലേ? അതിന് ഏറ്റവും ആവശ്യം എന്താണ്? അതിൻ്റെ മാതാവിൻ്റെ പരിചരണമാണ്, അല്ലെങ്കിൽ സാന്നിധ്യം. അതുതന്നെ പരിചരണം പിന്നെ രണ്ടാമതല്ലേ അല്ലേ? ഒരു ശിശു ജനിച്ചാൽ അതിന് ഏറ്റവും വേണ്ടത് മാതാവിൻ്റെ സാന്നിധ്യമാണ്. അതുപോലെ തന്നെ ഇവിടെ പശുക്കിടാവിനെ പറഞ്ഞു. അപ്പോൾ അതുപോലെ ശരീരത്തിൽ പ്രാണൻ നിലനിൽക്കാൻ അതിൻ്റെ സാന്നിധ്യം നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? പ്രാണൻ്റെ സാന്നിധ്യം നമ്മുടെ സ്ഥൂല ശരീരം ഉണ്ട് എങ്കിൽ അതിനർത്ഥം എന്താ? പ്രാണനുണ്ട്. പഞ്ചപ്രാണരൂപത്തിൽ പരമാത്മാവ് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. 5 പേരുകളിലായി അത് അറിയപ്പെടുന്നെങ്കിലും ഒരാൾ തന്നെയാണ്. 5 ധർമ്മങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് പ്രാണന് 5 പേരുകൾ പറയുന്നത്. അതായത് നമ്മൾ അവിടെ ഉദാഹരണം പറഞ്ഞിരുന്നു, ഒരു പുരുഷൻ അല്ലെ ഒരു സ്ത്രീ ആരും ആയിക്കോട്ടെ, അദ്ദേഹം എന്താണ്? മകനാണ്. വിവാഹം കഴിച്ചാൽ പിന്നെ പതി എന്നുള്ള സ്ഥാനം വന്നു അല്ലേ? മകൻ എന്നുള്ള സ്ഥാനം പോകുന്നില്ല അല്ലേ? പിന്നെ പുത്രനുണ്ടായാൽ പിതാവ് എന്നുള്ള സ്ഥാനം വന്നു അല്ലേ? പിന്നെ മുത്തശ്ശനായാൽ മുത്തശ്ശൻ എന്നുള്ള സ്ഥാനം അല്ലേ വന്നു. പക്ഷെ ഇതൊക്കെ ആരാണ്? പുരുഷൻ, ഒരാളാണ്, ആ വ്യക്തിയാണ്. ആ വ്യക്തിക്ക് 5 സ്ഥാനങ്ങൾ വരുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ആ വ്യക്തി മാറുന്നില്ല. അത് സ്ത്രീ ആയിക്കോട്ടെ, മാതാവ് എന്നുള്ള സ്ഥാനം, മകൾ എന്നുള്ള സ്ഥാനം അല്ലേ, ഇതെല്ലാം വരുന്നെങ്കിലും ആ സ്ത്രീ മാറുന്നില്ല. അതുപോലെ പ്രാണൻ 5 രൂപത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിലും പ്രാണന് മാറ്റമില്ല. 5 ധർമ്മങ്ങൾ ചെയ്യുമ്പോൾ 5 പേരുകൾ കൽപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ അവിടെ ചർച്ച ചെയ്തു. പിന്നെ എന്താണ്? പശുവിൻ്റെ വാസസ്ഥാനം. ആ കുട്ടി ജനിക്കുമ്പോൾ അതിന് ശരീരത്തെ നിലനിർത്തുവാൻ മാതാവിൻ്റെ സാന്നിധ്യം എങ്ങനെയാണോ പ്രാധാന്യം, അതുപോലെ തന്നെ അതിന് ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും മഴയിൽ നിന്നും വെയിലിൽ നിന്നും അല്ലേ എല്ലാം അതിനെ സംരക്ഷിക്കാൻ അതിനൊരു വാസസ്ഥാനം വേണം. അത് ഗോശാലയാണെന്ന് കണ്ടു നമ്മൾ. അതുപോലെ തന്നെ ഈ ശരീരത്തിൽ പ്രാണൻ നിലനിൽക്കാൻ വാസസ്ഥാനം ശിരസ്സാണെന്ന് കണ്ടു. ശിരസ് എന്താ പറയാൻ കാരണം? ഈ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തലയായതുകൊണ്ട്, ശിരസ്സായതുകൊണ്ട് ശിരസ്സെന്നുള്ളത് ഉപലക്ഷണമായിട്ട് നമ്മൾ കണ്ടു. ശിരസ് മാത്രമല്ല, പ്രാണൻ സർവറ്റിലും വ്യാപിച്ചിരിക്കുന്നു. പക്ഷെ നമ്മൾക്ക് എല്ലായിടത്തും പ്രാണനെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് അല്ലേ? എൻ്റെ ത്വക്കിലുണ്ട് പ്രാണൻ, എൻ്റെ വയറ്റിലുണ്ട് പ്രാണൻ അല്ലേ, എൻ്റെ ഹൃദയത്തിലുണ്ട് പ്രാണൻ, എൻ്റെ കണ്ണിലുണ്ട്. ഈ എല്ലാ ഇന്ദ്രിയങ്ങളിലും നമ്മൾക്ക് പരമാത്മാവ് പ്രാണരൂപത്തിലുണ്ട് എന്ന് എപ്പോഴും ഒന്നും നനയ്ക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മളോട് പറയാണ്, വേണ്ട, നിങ്ങൾ അറ്റ്ലീസ്റ്റ് ശിരസിലെങ്കിലും കാണൂ അല്ലേ എന്ന് ഉദാഹരണമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അവിടെ നമ്മുടെ ബുദ്ധിയെ തളച്ചിടരുത്. എല്ലായിടത്തും അല്ലെ, തലനാര് മുതൽ പരമാത്മാവ് പ്രാണരൂപത്തിൽ ശരീരത്തിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് നമ്മളവിടെ കണ്ടിരുന്നു. പിന്നെ അതിനെ ആ പശുക്കുട്ടിക്ക് എന്താ അപകടങ്ങളൊന്നും സംഭവിക്കാതെ അതിനെ സംരക്ഷിക്കാനായിട്ട് ആ പശുക്കിടാവിൻ്റെ ഉടമസ്ഥൻ എന്ത് ചെയ്യും? അതിനൊരു കയറ് കെട്ടി ഒരു സ്തൂണത്തിൽ അല്ലേ അതിനെ കെട്ടിയിടും. കാരണം എന്താ?
അത് ഓടിച്ചാടി നടക്കുന്ന കല്ലിൽ തട്ടി വീഴാം, അല്ലെങ്കിൽ പുഴയിൽ വീഴാം, എന്ത് അപകടവും വരാം അല്ലെ. ചെറിയ കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് എപ്പോഴും സംരക്ഷിക്കില്ലേ? എപ്പോഴും അമ്മമാരിങ്ങനെയാണ്, ഉറങ്ങുമ്പം പോലും ശ്വാസം ഉണ്ടോ എന്ന് പോയി നോക്കൂ. അയ്യോ എന്തെങ്കിലും ഉണ്ടോ, എൻ്റെ കുട്ടി കുറേ സമയമായി ഉറങ്ങുന്നത്. അപ്പം അമ്മമാർക്ക് പേടിയാണ്, അയ്യോ കുറേ സമയമായല്ലോ ഉറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം അത്രയും ശ്രദ്ധയാണ്. അപ്പം അതുപോലെ ഇവിടെ പറഞ്ഞു, പ്രാണൻ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മൾ അതിനെ സംരക്ഷിക്കണം. എങ്ങനെയാണോ പശുക്കിടാവിനെ സ്തൂണത്തിൽ കെട്ടി സംരക്ഷിക്കുന്നത്, അതുപോലെ നമ്മുടെ ശരീരത്തിൽ പ്രാണനെ, പരമാത്മാവ് പ്രാണരൂപത്തിലുണ്ട്. ആ പരമാത്മാവിനെ സംരക്ഷിക്കേണ്ടത് നമ്മൾ അന്നപാനീയങ്ങൾ നൽകി വേണം സംരക്ഷിക്കാൻ. അല്ലാണ്ട് പ്രാണൻ ഉണ്ടെന്നും പറഞ്ഞ് ശരീരം നിലനിൽക്കില്ല. അതിന് സംരക്ഷണം ആവശ്യമാണ്. അതാണ് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങൾ ഖരരൂപത്തിൽ, ദ്രവ്യരൂപത്തിലെല്ലാം കഴിക്കുന്നത് എന്ന് അവിടെ ചർച്ച ചെയ്തിരുന്നു. ഈ രൂപത്തിൽ പ്രാണ ഉപാസന നടത്ത വേണം. എങ്കിൽ ഗാർഗ്യന് തിരിച്ചറിഞ്ഞ ആ രഹസ്യവിദ്യ നമ്മൾക്കും മനസ്സിലാകാൻ സാധ്യമാകും എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. അതിനുശേഷം അടുത്ത രണ്ടാമത്തെ മന്ത്രത്തിൽ മറ്റൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു, ഇനി ശിരസ് മുഴുവൻ കാണാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ശരീരം മുഴുവൻ പരമാത്മാവിനെ പ്രാണരൂപത്തിൽ കാണാൻ സാധിക്കുന്നില്ലേ, വേണ്ട ഒരു ഇന്ദ്രിയം മാത്രം ആലംബനമാക്കി പറഞ്ഞു തന്നു യാജ്ഞവൽക്യ മഹർഷി. അത് നമ്മുടെ എല്ലാവരുടെയും പ്രധാനപ്പെട്ടത് അല്ലേ, അല്ലെങ്കിൽ നമുക്കൊക്കെ ഏറ്റവും ആവശ്യമുള്ള നേത്രേന്ദ്രിയത്തിനെ ഉദാഹരണമാക്കി അല്ലെങ്കിൽ ആലംബനമാക്കി രണ്ടാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു. 7 ദേവതകൾ നേത്രേന്ദ്രിയത്തിൽ സ്ഥിതി ചെയ്യുന്നതായി ഉപാസന ചെയ്യൂ, അല്ലെ ഭാവന ചെയ്യൂ. ചിന്തിക്കുന്നത് പോലും ഉപാസനയാണ്. അതിൽ ഓരോ ഞരമ്പിലും അല്ലെ, ഓരോ നേത്രത്തിൻ്റെ ഓരോ അവയവങ്ങളിലും ഓരോ ദേവത കുടികൊള്ളുന്നു. അവയുടെ ധർമ്മം ചെയ്യുന്നത് കൊണ്ടാണ് എൻ്റെ നേത്രേന്ദ്രിയം പ്രവർത്തിക്കുന്നത്. എങ്കിൽ അത് ഉപാസനയായി. ആ ഉപാസന സത്യസ്യ സത്യം എന്ന ഉപദേശത്തെ മനസ്സിലാക്കുവാൻ നിന്നെ സഹായിക്കുമെന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു. അതും നമ്മൾ ടേബിൾ വരച്ച് എഴുതിയിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഒന്നാമത് രുദ്രദേവത, കണ്ണിനുള്ളിലെ ചുവപ്പ് അല്ലേ, കണ്ണിന് ആ ചുവപ്പ് നിറം നൽകുന്നത് ആരാണ്? രുദ്രദേവത. സാക്ഷാൽ മഹാദേവൻ രുദ്രരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പം നമ്മൾ മഹാദേവനെ തേടി ജ്യോതിർലിംഗങ്ങളൊന്നും വഴി അലയേണ്ട ആവശ്യമില്ല. നമ്മൾ ഉള്ളിലേക്ക് തിരിഞ്ഞാൽ മതി, കാണാൻ സാധിക്കും എന്ന് യാജ്ഞവൽക്യ മഹർഷി പറയുകയാണ്. അങ്ങനെ ഓരോ ദേവതകളും, പർജന്യൻ അല്ലേ, കണ്ണിൽ പർജന്യ ദേവത ഉള്ളത് കൊണ്ട്. ആരാണ് പർജന്യൻ? വരുണദേവത. വരുണദേവത ഉള്ളത് കൊണ്ടാണ് എൻ്റെ നേത്രേന്ദ്രിയത്തിൽ ജലാംശമുള്ളത് അല്ലേ. എപ്പോഴും നമ്മുടെ നേത്രേന്ദ്രിയം രസനേന്ദ്രിയം പോലെ തന്നെയാണ് അല്ലേ. എപ്പോഴും അതിനുള്ളിൽ ചെറിയ രൂപത്തിൽ ജലാംശം ഉണ്ടാകും. ഡ്രൈ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ഐ ഡ്രോപ്സ് ഒക്കെ ഒഴിക്കുന്നത്. ഡോക്ടർ പറയും അല്ലേ, നിങ്ങളുടെ കണ്ണ് ഡ്രൈ ആണ്, അപ്പോൾ അത് വെറ്റാകാനായിട്ട് ഐ ഡ്രോപ്സ് ഒക്കെ തരുന്നത്. അപ്പം നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വരുണദേവത ഇങ്ങനെ ആ ധർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതില്ലാതിരിക്കുമ്പോഴാണ് അതിൻ്റെ ന്യൂനതകൾ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ദേവത, ആദിത്യൻ കണ്ണിൽ കനീനിക എന്നുള്ള സ്ഥലം, അഗ്നിദേവത കൃഷ്ണമണിയിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ദ്രദേവത വെളുത്ത സ്ഥാനത്ത് കണ്ണിനുള്ളിൽ ആ വെളുപ്പ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. പൃഥിവി ദേവത കൺപോളകൾ താഴത്തെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ആകാശദേവത അങ്ങനെ കണ്ണിലെ അത് അങ്ങനെ ഇവർ രണ്ടുപേരും സ്ഥിതി ചെയ്യുന്നതുകൊണ്ടാണ് എൻ്റെ കൺപോളകൾ എനിക്ക് തുറക്കുവാനോ അടയ്ക്കുവാനോ സാധിക്കുന്നത് ഇത്യാദി ഉദാഹരണങ്ങളിലൂടെ യാജ്ഞവൽക്യ മഹർഷി ഒറ്റ ഇന്ദ്രിയത്തിന് ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് ദശേന്ദ്രിയങ്ങളും ഉണ്ട്, പിന്നെ മറ്റുള്ള അവയവങ്ങളുണ്ട് ശരീരത്തിൽ. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ കണക്കെടുത്ത് നോക്കിയാൽ എത്ര കാണും? ഒറ്റ ഇന്ദ്രിയത്തിന് 7 ദേവതകളുണ്ടെങ്കിൽ ദശേന്ദ്രിയത്തിനാകുമ്പോൾ എത്ര വരും? ബാക്കി അവയവങ്ങളും കൂടെ ചേർത്താൽ 100-ലധികം ഉണ്ട്. ഇവയെല്ലാം അവയുടെ ധർമ്മം യഥാവിധി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നു. അതിനുശേഷം നമ്മൾ കണ്ടത് 3ഉം 4ഉം മന്ത്രങ്ങൾ മറ്റൊരു ഉദാഹരണമാണ്. എന്തായിരുന്നു കണ്ടത്?
സോമയാഗം നടക്കുന്ന ആ യാഗഭൂമി നമ്മൾ മൂന്നാമത്തെ ഉദാഹരണമായിട്ട് ശിശു ബ്രാഹ്മണത്തിൽ പറഞ്ഞു. ആ ഹോമകുണ്ഡത്തിൻ്റെ 4 ദിക്കിലും ദേവതകൾ ഇരിക്കുന്നു. നമ്മളതൊക്കെ ചിത്രം വരച്ചിരുന്നു. എല്ലാവരുടെ കയ്യിലും അതുണ്ടെന്ന് വിചാരിക്കുന്നു അല്ലേ? ആ ഓരോ ഭാഗത്തും ഗൗതമ ഭരദ്വാജൻ 2 ശ്രോത്രേന്ദ്രിയങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് ആ മഹാത്മാക്കൾ ഇരുന്ന് തപസ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ യാഗഭൂമിയിൽ സോമയാഗഭൂമിയിൽ യാഗം ചെയ്യുന്നതായിട്ട്. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി നമ്മുടെ 2 ശ്രോത്രേന്ദ്രിയങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് അവർ യാഗം ചെയ്യുന്നു, അല്ലെ യജ്ഞം ചെയ്യുന്നു. അടുത്ത എന്താണ്? 2 ചക്ഷുരേന്ദ്രിയത്തിനെ സംരക്ഷിക്കുവാനായിട്ട് വിശ്വാമിത്ര, ജമദഗ്നി എന്ന 2 മഹാത്മാക്കളിരുന്ന് സോമയാഗഭൂമിയിൽ യാഗകുണ്ഡത്തിലേക്ക് നമ്മുടെ ചക്ഷുരേന്ദ്രിയത്തിനെ സംരക്ഷിക്കാനായിട്ട് യാഗം ചെയ്യുന്നതായി സങ്കല്പിക്കൂ എന്ന് പറഞ്ഞു. അടുത്തത് ഘ്രാണേന്ദ്രിയങ്ങളെ സംരക്ഷിക്കുവാനായിട്ട് വസിഷ്ഠ മഹർഷിയും കശ്യപ മഹർഷിയും യാഗം ചെയ്യുന്നു. ഒരു കോണിൽ അവരിരിക്കുന്നു. അടുത്ത 4ാമത്തെ ഭാഗത്ത് ആരാണ്? രസനേന്ദ്രിയത്തിനെ സംരക്ഷിക്കുവാനായിട്ട് അത്രി മഹർഷി ഇരിക്കുന്നതായിട്ട് അങ്ങനെ പറഞ്ഞു. ആരാണ് സോമയാജി എന്ന് നമ്മളവിടെ ചർച്ച ചെയ്തിരുന്നു അല്ലേ? രസം ഉപയോഗിച്ച് സോമയാഗം ചെയ്യുന്നയാളെയാണ് സോമയാജി എന്ന് വിളിക്കുന്നതെന്നും നമ്മളവിടെ ചർച്ച ചെയ്തിരുന്നു. അപ്പം ഇതൊരു സങ്കല്പം മാത്രമാണ്. സോമയാഗം എന്നത് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? അല്ലെങ്കിൽ സോമയാഗം കാണാൻ പോലും വളരെ പ്രയാസകരമാണ്. യാജ്ഞവൽക്യ മഹർഷി ത്രേതായുഗത്തിൽ പറഞ്ഞ സോമയാഗമൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആരെക്കൊണ്ടും ചെയ്യാൻ സാധിക്കില്ല. കാരണം സോമരസം എന്ന സോമസസ്യം പോലും കലിയുഗത്തിൽ കാണാൻ കിട്ടില്ല. അതിനു പകരം മറ്റ് ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രായച്ചിത്താദികളിലൂടെയാണ് സോമയാഗം നടത്തുന്നത് ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് വളരെ പ്രയാസകരമാണ്. അപ്പം എന്തുകൊണ്ടാണ് യാജ്ഞവൽക്യ മഹർഷി ആ കാലഘട്ടത്തിൽ ഇത് വളരെ സുലഭമാണ് സോമയാഗം ചെയ്യുക, അതുകൊണ്ട് ഈ ഉപാസനയൊക്കെ എളുപ്പമാണ്. നമ്മളെ സംബന്ധിച്ച് ഇത് സാധ്യമല്ല. അതുകൊണ്ട് എന്താണ്? സങ്കല്പം മാത്രം മനസ്സിൽ അല്ലേ? എൻ്റെ മനസ്സാകുന്ന ആ യാഗകുണ്ഡത്തിൽ എൻ്റെ പൂർവികരായ അല്ലേ വംശ ഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യ നമ്മൾ എന്നും ചൊല്ലുന്നതാണ്. ഈ എൻ്റെ വംശത്തിലുള്ള, എൻ്റെ കുലത്തിലുള്ള, എൻ്റെ ഗോത്രത്തിലുള്ള എല്ലാ മഹാത്മാക്കളും എൻ്റെ സാധനയ്ക്ക് അനുകൂലമായി എന്നെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവരുടെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയുണ്ടെങ്കിൽ അത് ഉപാസനയായി. ആ ഉപാസനയുടെ ഫലമായിക്കൊണ്ട് ആര് മഹാത്മാക്കളെ സ്മരിക്കുന്നോ, പൂർവികരെ സ്മരിക്കുന്നോ, പിതാമഹന്മാരെ സ്മരിക്കുന്നുവോ അവർക്ക് എന്തുണ്ടാകും? അവരുടെ അനുഗ്രഹം ഉണ്ടാകും. അതിലൂടെ എന്താണോ സത്യസ്യ സത്യം അതിനെ മനസ്സിലാക്കുവാനുള്ള അധികാരം നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ശിശു ബ്രാഹ്മണം നമ്മൾ അവസാനിപ്പിച്ചിരുന്നു അല്ലേ? അടുത്ത ബ്രാഹ്മണം മൂർത്താമൂർത്ത ബ്രാഹ്മണം അല്ലേ? എല്ലാവരും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തതിലേക്ക് പോകാം. അത ശുക്ലയജുർവേദീയ കാൺവശാഹ ബൃഹദാരണ്യകോപനിഷത്ത് പ്രഥമകാണ്ഡ മധുകാണ്ഡം ദ്വിതീയോധ്യായം ബ്രഹ്മവിദ്യാപ്രകരണം തൃതീയ ബ്രാഹ്മണ മൂർത്താമൂർത്ത ബ്രാഹ്മണം. ഇതും എന്തായിരുന്നു? യാജ്ഞവൽക്യ മഹർഷി വീണ്ടും നമ്മൾക്ക് ഉപാസന പറഞ്ഞു തരികയാണ്. അപ്പം ഈ 6 ബ്രാഹ്മണങ്ങളും ബ്രഹ്മവിദ്യാപ്രകരണമാണ്. പക്ഷേ അതിൽ 2ാമത്തെ ബ്രാഹ്മണവും 3ാമത്തെ ബ്രാഹ്മണവും ഉപാസന പ്രകരണമാണ്. എന്തിനു വേണ്ടി? സത്യസ്യ സത്യം എന്ന രഹസ്യ ഉപദേശത്തിനെ നേടിയെടുക്കുവാനുള്ള അധികാരത്തിനായിക്കൊണ്ട് നമ്മൾക്ക് യാജ്ഞവൽക്യ മഹർഷി ഉപാസന പറഞ്ഞു തരികയാണ്. അപ്പോൾ മൂർത്താമൂർത്ത ബ്രാഹ്മണവും ഉപാസന തുടർച്ചയാണ്. 6 മന്ത്രങ്ങളോടുകൂടിയാണ് മൂർത്താമൂർത്ത ബ്രാഹ്മണം നമ്മൾ കണ്ടത് അല്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്തായിരുന്നു? നേതി നേതി എന്ന അപവാദ പ്രക്രിയയാണ് അവിടെ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്തത്. എന്തായിരുന്നു? മന്ത്രം 1 മുതൽ 5ാമത്തെ മന്ത്രത്തിൻ്റെ പകുതി വരെ എന്തായിരുന്നു? ഉപാസന. അതിനുശേഷം എന്താണ്? മൂർത്താമൂർത്ത രൂപേണ അധ്യാരോപേതി പ്രഥമ മന്ത്ര ച പഞ്ചമ മന്ത്ര നേതി നേതി
ഷഷ്ടമന്ത്രഃ അപവാദവചനേന ബ്രഹ്മപ്രതിപാദിതേ എന്നാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ എഴുതി വെച്ചിരുന്നത്. ഉണ്ടെന്നാണ് വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ മൂർത്താമൂർത്ത ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിച്ചു. അതും വളരെ എളുപ്പമാണ്. നമ്മൾ ആ ടേബിൾ വരച്ചത് കൊണ്ട് അത് മാത്രം നോക്കിയാൽ മതി. യാജ്ഞവൽക്യ മഹർഷി വീണ്ടും നമുക്ക് ഉപാസന പറഞ്ഞു തന്നു. വളരെ എളുപ്പമായ ഉപാസന. എന്തൊക്കെ ഈ പ്രപഞ്ചത്തിൽ കാണുന്നോ അതൊക്കെ പരമാത്മാവിൻ്റെ സൃഷ്ടിയാണ്. 2 തരത്തിലേ സൃഷ്ടിച്ചിട്ടുള്ളൂ. ഒന്ന് സ്ഥൂല രൂപത്തിൽ അല്ലെങ്കിൽ സൂക്ഷ്മ രൂപത്തിൽ. സ്ഥൂല രൂപത്തിനെയാണ് മൂർത്തം എന്ന് പറയുന്നത്, സൂക്ഷ്മ രൂപത്തിനെയാണ് അമൂർത്തം എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്തിനെയൊക്കെ കാണുന്നോ അതിനെയൊക്കെ 2ആയിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, തരംതിരിക്കുക. ഒന്ന് സ്ഥൂലം, മറ്റൊന്ന് സൂക്ഷ്മം. സ്ഥൂലമായി സൃഷ്ടിച്ചതും ഈശ്വരൻ തന്നെ, സൂക്ഷ്മമായി സൃഷ്ടിച്ചതും ഈശ്വരൻ തന്നെ. അപ്പോൾ അങ്ങനെ എല്ലാറ്റിലും ഭഗവാനെ കാണുവാനുള്ള ആ പരമാത്മ ദൃഷ്ടി വളർത്തിയെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് 6 മന്ത്രങ്ങളിലായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി മൂർത്താമൂർത്ത ബ്രാഹ്മണം പറഞ്ഞു തന്നത്. നമ്മളത് അതിലേക്കൊന്നും കൂടുതൽ പ്രവേശിക്കേണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് മൂർത്തം, മർത്യം, എന്താണ് അമൂർത്തം, അമർത്യം, സ്ഥിതം, പരിച്ഛിന്നം, അപരിച്ഛിന്നം, പ്രത്യക്ഷ ഗോചരം, അല്ലെ? കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതിനെ സ്ഥൂലം എന്ന് വിളിക്കുന്നു. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തതിലെ സൂക്ഷ്മം അല്ലെങ്കിൽ പ്രത്യക്ഷ ഗോചരം എന്ന് പറയുന്നു എന്നൊക്കെ പറയും, അല്ലെ? ഇനി ഞാൻ അതൊക്കെ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങും. എത്ര തവണയാണ് പറയുന്നതെന്ന്, അല്ലേ? കാരണം അത്ര സിമ്പിളായിട്ട് നമ്മൾ ആ ടേബിൾ വരച്ച് എഴുതിയിട്ടുണ്ട്, അല്ലേ? അതിൽ കൂടുതൽ സിമ്പിളാക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ യാജ്ഞവൽക്യ മഹർഷിയുടെ ശിഷ്യരാണ്. അപ്പം ആ ഒരു അറിയാം, നമുക്ക് എളുപ്പമാണ്. അതുകൊണ്ടാണ് കൂടുതൽ അതിലേക്ക് പോകാത്ത. പിന്നെ നമ്മൾ 2ാമത്തെ മന്ത്രവും 3ാമത്തെ മന്ത്രവും വീണ്ടും ടേബിൾ വരച്ച് എഴുതിയിരുന്നു. അതിദൈവമെന്നും അധ്യാത്മമെന്നും തരംതിരിച്ചുകൊണ്ട് സമഷ്ടി പഞ്ചമഹാഭൂതങ്ങളെല്ലാം സ്ഥൂല രൂപത്തിൽ കാണുന്നത്, സൂക്ഷ്മ രൂപത്തിൽ കാണും. സ്ഥൂല രൂപത്തിൽ കാണുന്നത് ഏതൊക്കെയാണ്? അഗ്നി, ജലം, പൃഥ്വി. നമുക്ക് കണ്ണുകൊണ്ട് കാണാം. പഞ്ചമഹാഭൂത സൃഷ്ടിയാണെന്ന് നമ്മൾ തത്വബോധം മുതലേ പഠിക്കുന്നതാണ്. അതിൽ പഞ്ചമഹാഭൂതങ്ങളെ സൃഷ്ടിച്ചത് പരമാത്മാവാണ്. 2 തരത്തിൽ അതിനെ തരംതിരിച്ചു, സ്ഥൂലമായിട്ടും സൂക്ഷ്മമായിട്ടും. സ്ഥൂലം എന്ന് വെച്ചാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നു. പഞ്ചമഹാഭൂതങ്ങളിൽ 3 മഹാഭൂതങ്ങളെയാണ് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത്. 1 അഗ്നി എന്ന മഹാഭൂതം, 2 ജലം എന്ന മഹാഭൂതം, 3 പൃഥിവി എന്ന മഹാഭൂതം. നമുക്ക് കണ്ണുകൊണ്ട് കണ്ടനുഭവിക്കാൻ സാധിക്കും. അതിനെ സ്ഥൂല രൂപത്തിൽ പരമാത്മാവ് സൃഷ്ടിച്ചു. അടുത്തത് പഞ്ചമഹാഭൂതങ്ങളിൽ അന്തരീക്ഷത്തിനെയും വായുവിനെയും അല്ലെങ്കിൽ ആകാശത്തിനെയും വായുവിനെയും, ആകാശം എന്ന് വെച്ചാൽ നീലാകാശമല്ല, സ്പേസ്, അന്തരീക്ഷം, അതിനെ സൃഷ്ടിച്ചത് പരമാത്മാവാണ്. അതിനെ കണ്ണുകൊണ്ട് കണ്ടനുഭവിക്കാൻ സാധിക്കാത്തതുകൊണ്ട് അതിനെ സൂക്ഷ്മ സൃഷ്ടി എന്ന് പറയുന്നു, അല്ലെ അമൂർത്ത സൃഷ്ടി എന്ന് പറയുന്നു. അതിനെയും സൃഷ്ടിച്ചത് പരമാത്മാവ്. അപ്പോൾ പഞ്ചമഹാഭൂതങ്ങളിൽ 3 ഭൂതങ്ങൾ സ്ഥൂലവും 2 ഭൂതങ്ങൾ സൂക്ഷ്മവും. എങ്കിൽ ആ ഉപാസന നടത്തിയാൽ അത് മൂർത്താമൂർത്ത ഉപാസനയായി. ആരും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്, എങ്കിലും വീണ്ടും പറയുകയാണ്. ആരും ഒരു സ്ഥലത്തിരുന്ന് കണ്ണടച്ചിരുന്ന് അയ്യോ ഭഗവാൻ 5 എണ്ണത്തിനെ സൃഷ്ടിച്ചു, അത് 3 എണ്ണം സ്ഥൂല, 2 എണ്ണം സൂക്ഷ്മം, ഇങ്ങനെ കണ്ണടച്ചിരുന്ന് ജപിക്കേണ്ട കാര്യമല്ല. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് തന്നെ കാണാം, അല്ലേ? പൃഥ്വിയിൽ ഞാൻ ജീവിക്കുകയാണ്, അത് സ്ഥൂല രൂപത്തിൽ ഭഗവാന്റെ സ്ഥൂല രൂപമാണ്. ജലം ഞാൻ കുടിക്കുന്നു, ഭഗവാനെയാണ് സ്ഥൂല രൂപത്തിൽ ഞാൻ കുടിക്കുന്നത്, അല്ലേ? എങ്കിലത് ഉപാസനയായി. വായു, പ്രാണനെ ഞാൻ ഉച്ഛ്വാസം നിശ്വാസം ചെയ്യുന്നു, പരമാത്മാവിനെ തന്നെയാണ് ഞാൻ ഉച്ഛ്വസിക്കുന്നതും പരമാത്മാവിനെ തന്നെയാണ് ഞാൻ നിശ്വസിക്കുന്നതും എന്ന് ചിന്തിച്ചാൽ അത് ഉപാസനയായി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ദിനചര്യയിൽ ഈ ചിന്തനം നടത്തുവാനായിട്ടാണ് യാജ്ഞവൽക്യ മഹർഷി മൂർത്താമൂർത്ത ബ്രാഹ്മണം പറഞ്ഞു തന്നത്, അല്ലെ? അഗ്നി കാണുമ്പോൾ, സൂര്യദേവതയെ കാണുമ്പോൾ, ചന്ദ്രനെ കാണുമ്പോൾ, അല്ലേ? സൂര്യൻ ചന്ദ്രനൊക്കെ അജാതശത്രുവും ഗാർഗ്യനും ഉള്ള സംവാദത്തിൽ നമ്മൾ കണ്ടതാണ്. അങ്ങനെ എല്ലാ ദേവതകളെയും പ്രകൃതിയിലുള്ള പല വസ്തുക്കളെ കാണുമ്പോൾ എപ്പോഴൊക്കെ എനിക്ക് അതിലൊക്കെ
പരമാത്മചിന്തനം നടത്താൻ സാധിക്കുന്നു, അപ്പോഴൊക്കെ ഞാൻ ഉപാസന ചെയ്യുകയാണ്. അല്ലാണ്ട് ഒരു ദേശത്തിരുന്ന് ഒരു സമയത്ത് ഒരു പ്രായത്തിൽ ഇരുന്ന് ചെയ്യേണ്ട കാര്യമല്ല ഉപാസന. അല്ലേ, എപ്പോഴും ചെയ്യാവും. അല്ലേ, നമ്മൾ കുളിക്കുമ്പോഴോ അല്ലേ യാത്ര ചെയ്യുമ്പോഴോ എപ്പോഴൊക്കെയാണെങ്കിൽ എപ്പോഴും ഉപാസന ചെയ്യുവാൻ സാധിക്കുന്നു, ഈശ്വര ചിന്തനം ചെയ്യാൻ സാധിക്കുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഉപാസകനാണ്. എനിക്ക് സത്യസ്യ സത്യം എന്ന രഹസ്യം സ്വായത്തമാക്കണം. അതിനു വേണ്ടിയുള്ള സാധനയായി ഇതിനെ കാണണം എന്ന് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു തന്നു. അടുത്ത മന്ത്രം 2, 3 മൂർത്ത അമൂർത്ത ആദി ദൈവമായിട്ട് കണ്ടു. മന്ത്രം 4, 5 എന്താണ്? അധ്യാത്മമൂർത്തം എന്ന് പറഞ്ഞുകൊണ്ട് തന്നു. സ്ഥൂല ശരീരങ്ങൾ, നമ്മുടെ സ്ഥൂല ശരീരത്തിനെയും സൂക്ഷ്മ ശരീരത്തിനെയും രണ്ടായി തരംതിരിച്ചു കാണൂ. നമ്മൾ കണ്ണ്, കാത്, മൂക്ക് ഇതെല്ലാം പരമാത്മ സൃഷ്ടിയാണ്. അല്ലേ, സ്ഥൂല ശരീരം മുഴുവൻ പരമാത്മാവ് വ്യാപിച്ചിരിക്കുന്നു എങ്കിലത് മൂർത്ത ഉപാസനയായി. അല്ലേ, എനിക്ക് കാണാത്ത സൂക്ഷ്മമായ എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയുണ്ട് നമ്മൾ കാണുന്നില്ല. ഉച്ഛ്വാസ നിശ്വാസ പ്രാണൻ സൂക്ഷ്മമായി പരമാത്മാവ് പ്രാണരൂപത്തിലുണ്ടെന്ന് പറയും. അല്ലാതെ എന്തൊക്കെയുണ്ട് നമ്മുടെ ശരീരത്തിൽ സൂക്ഷ്മമായിട്ട്? വൈറസുകൾ, ബാക്ടീരിയകൾ, ഫംഗസ് എന്തൊക്കെയുണ്ടോ അല്ലേ? ഫംഗസ് കാണാമെന്ന് തോന്നുന്നു, വൈറസും ബാക്ടീരിയ ഒന്നും കാണാൻ സാധിക്കില്ല. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഏറ്റക്കുറച്ചിൽ വരുമ്പോഴാണ് നമുക്ക് അത് പുറത്തേക്ക് പ്രകടമാകുന്നേ ഉള്ളൂ. ഇതൊക്കെ നമ്മുടെ വയറ്റിൻ്റെ ഉള്ളിൽ എത്ര ബാക്ടീരിയകളുണ്ട്, ഇതൊക്കെ സൂക്ഷ്മമായിട്ടുണ്ട്, നമ്മൾ ഇതിനെയൊന്നും കാണുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പരമാത്മ സൃഷ്ടിയാണ്. അങ്ങനെ ചിന്തിച്ചാൽ അത് സൂക്ഷ്മ ഉപാസനയായി. അതായത് ഒന്നും വേറെയല്ല, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല സത്യം, അതിനപ്പുറത്ത് സൂക്ഷ്മമായ ഒരു സത്യമുണ്ട്, അത് പരമാത്മ സത്യമാണ് എന്ന് ചിന്തിച്ചാൽ അത് ഉപാസനയായി സത്യസ്യ സത്യം എന്ന രഹസ്യവിദ്യയെ നേടിയെടുക്കുവാനുള്ള അധികാരമായി എന്ന് പറഞ്ഞ് 4, 5 മന്ത്രം. അതും ടേബിൾ വരച്ചിട്ടുണ്ട്, അത് ഉണ്ടെന്ന് വിചാരിക്കുന്നു, ഇടയ്ക്കെടുത്ത് നോക്കണം. അങ്ങനെ നമ്മൾ 5ാമത്തെ മന്ത്രം 4, 5 കണ്ടു. പിന്നെ 6ാമത്തെ മന്ത്രം പകുതിയിൽ ഇത് അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആര്? യാജ്ഞവൽക്യ മഹർഷി. മൂർത്താമൂർത്ത ബ്രാഹ്മണം അധ്യാരോപ പ്രകരണം അവസാനിച്ചു. നമ്മളവിടെ ഒരുപാട് ചർച്ചകൾ ചെയ്തിരുന്നു. പൂർവപക്ഷിയായിട്ട് വന്നിട്ട് ക്ഷണികവാദം, താർക്കികര് ഇതൊക്കെ വന്ന്, സാങ്ക്യന്മാരൊക്കെ വന്ന് ചർച്ച ചെയ്തു. എവിടെ? നേതി എത്തുന്നതിന് മുമ്പ്. അതിനു മുമ്പ് നമ്മൾ എന്താണ് അധ്യാരോപം, എന്താണ് അപവാദമെന്ന് ചർച്ച ചെയ്തിരുന്നു. ഒരുമിച്ച് വായിക്കാം, അത്ര ഇമ്പോർട്ടൻ്റ് ആണത്, മറന്നു പോകരുത്. അധ്യാരോപ അപവാദ ന്യായേന നിഷ്പ്രപഞ്ചം പ്രതിപാദ്യതേ. അല്ലേ, അധ്യാരോപ അപവാദ രൂപത്തിലാണ് ശാസ്ത്രത്തിൻ്റെ വ്യാഖ്യാന രീതി അല്ലെങ്കിൽ പാഠ്യപദ്ധതി. ബ്രഹ്മവിദ്യാ പാഠ്യപദ്ധതി എന്ന് പറഞ്ഞാൽ അത് പുരാണ ഇതിഹാസങ്ങളായിക്കോട്ടെ, വേദം ആയിക്കോട്ടെ, ഉപനിഷത്തായിക്കോട്ടെ, ബ്രഹ്മവിദ്യ പ്രതിപാദിക്കുന്ന എവിടെയും, മോക്ഷവിദ്യ പ്രതിപാദിക്കുന്ന ഏത് ഗ്രന്ഥമായിക്കോട്ടെ, അതിലെങ്ങനെയാണ് അധ്യാരോപ അപവാദ ന്യായം, ആ രീതിയിലാണ് ബ്രഹ്മവിദ്യ പഠിപ്പിക്കുന്നത്. അല്ലെ മോക്ഷവിദ്യ കഥകളിലൂടെ, തത്വങ്ങളിലൂടെ ഉപദേശിച്ചു തരുന്നത് എന്ന് നമ്മൾ കണ്ടു. എന്താണ് അധ്യാരോപം? അദസ്മിൻ തദ്ബുദ്ധി, ഇല്ലാത്തതിലൊക്കെ ഉള്ളതായിട്ട്. ഈ പ്രപഞ്ചമൊന്നും യഥാർത്ഥത്തിൽ മായ കൊണ്ട് നമുക്കുള്ളതായിട്ട് തോന്നുന്നതാണ്. യഥാർത്ഥത്തിൽ ഇതൊന്നും ഇല്ല, പരമാത്മാവിൻ്റെ മായയാണെന്ന് നമ്മൾ ജന്മാദ്യസ്യതഃ മുതൽ പഠിക്കുന്നതാണ്. പരമാത്മാവ് മായാസഹിതനായി സൃഷ്ടി നടത്തി. ആ സൃഷ്ടിയുടെ പ്രകട രൂപമാണ് പ്രകൃതി. അതുകൊണ്ട് ഇതിനെ അധ്യാരോപം എന്ന് വിളിക്കുന്നു. അല്ലേ, തല ചൂടാകുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും. നമ്മൾ ഒരുപാട് ദിവസങ്ങളെടുത്ത് ചർച്ച ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് മാണ്ഡൂക്യം പഠിക്കുമ്പം വളരെ അത്യാവശ്യമാണിത്. അവിടെ അപവാദം മാത്രമേ ഉള്ളൂ. ഗൗഡപാദാചാര്യ സ്വാമികൾ, അതായത് മാണ്ഡൂക്യ കാരിക എഴുതിയ ആൾ, അപ്പം അദ്ദേഹം ഇതൊന്നും പറയുന്നില്ല, അധ്യാരോപമേ ചർച്ച ചെയ്യുന്നില്ല.
അപവാദം മാത്രമേ. ഇല്ലാത്തതിനെക്കുറിച്ച് എന്ത് ചർച്ച ചെയ്യാനെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊന്നും ഇല്ല. അതുകൊണ്ട് ഇല്ലാത്തതിൽ സത്യത്തെ ബുദ്ധി കൊടുക്കരുത്. ഭഗവാൻ മായാസഹിതനായി സൃഷ്ടിച്ചതാണ്. അതുകൊണ്ട് ഇതൊക്കെ മായയുടെ പ്രകടന രൂപമാണ്. മായ മാറിയാൽ എനിക്കിതൊക്കെ ഇല്ലാത്തതായി തോന്നും. ഇതിനോടൊക്കെയുള്ള അറ്റാച്ച്മെൻറ്റ് കുറയും. അതാണ് ജീവൻ മുക്തി. അതാണ് നമ്മൾ മാണ്ഡൂക്യത്തിലേക്ക് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള ഒരു കാൽവെപ്പെന്നോ ഇൻട്രൊഡക്ഷനെന്നോ എന്ത് വേണേലും പറയാം. അതായിട്ടാണ് ഇവിടെ യാജ്ഞവൽക്യ മഹർഷി 6ാമത്തെ മന്ത്രത്തിൽ മൂർത്താമൂർത്ത ബ്രാഹ്മണം അവസാനിപ്പിക്കുന്നത്. അവിടെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് എന്താ പറയുക, ഭാഷയൊക്കെ എഴുതിയിരുന്നു. നഹി സൃഷ്ട്യാദി പ്രപഞ്ചം പ്രതിവിപാദയിഷ്യത നഹി തത് സംബന്ധഃ കച്ചിത് പുരുഷാർത്ഥോ ദൃശ്യതേ ശ്രൂയതോ വാ ഇത്യാദി ഭാഷ്യങ്ങളൊക്കെ നമോ നാരായണ എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് എഴുതി വെക്കണം. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇനി ഇതൊന്നും പഠിക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഇനി അങ്ങോട്ട് വളരെ മൂല്യവത്തായതാണ്. യാജ്ഞവൽക്യ മഹർഷി അത്രയും വാത്സല്യത്തോടു കൂടി നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ നമ്മുടെയും കൂടെ ഭാഗത്ത് നിന്ന് ഒരു സമർപ്പണം ഉണ്ടാകണം. എങ്കിലേ എന്താണോ പൂർവികരായ മഹാത്മാക്കൾ ബ്രഹ്മവിദ്യയിലൂടെ നേടിയെടുത്ത മോക്ഷം അത് നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് സമർപ്പണം ഉണ്ടാകണം. എന്താണ് ആ സമർപ്പണം? സാധന, ശ്രവണം, ഉപാസന, മനനം ഇത്യാദികൾ. അത് പറഞ്ഞു തരുന്നത് നമ്മൾ അവിടെ ചർച്ച ചെയ്തിരുന്നു. ബ്രഹ്മസൂത്രം ചർച്ച ചെയ്തു, ഐത്തരേയ ഉപനിഷത്ത് ചർച്ച ചെയ്തു, ഈശാവാസ്യ ഉപനിഷത്ത് ചർച്ച ചെയ്തു അല്ലേ. അങ്ങനെ അധ്യാരോപ അപവാദം പ്രക്രിയയിലെത്തി. അവസാനം യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു, അധാത ആദേശഃ നേതി നേതി നഹി ഏതസ്മാദിതി ന ഇതി അന്യത് പരം അസ്തി അധ നാമധേയം സത്യസ്യ സത്യം ഇതി പ്രാണാവൈ സത്യം തേഷാമേഷ സത്യം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് നേതി നേതി എന്ന അപവാദ പ്രക്രിയയിലെ നിഷേധമുഖ ഉപദേശവാക്യം. നമ്മളവിടെ ഉപദേശവാക്യം എന്തെന്ന് ചർച്ച ചെയ്തു. എത്ര വിധത്തിൽ ഉപദേശവാക്യം ഉണ്ടെന്ന് ചർച്ച ചെയ്തു. നേതി നേതി എന്ന ഈ വാക്യത്തിനെ നിഷേധമുഖ ഉപദേശം എന്നാണ് വിളിക്കുന്നതെന്ന് ചർച്ച ചെയ്തു. ശാസ്ത്രത്തിൽ മറ്റൊരു വിധം ഉപദേശമുണ്ട്, വിധിമുഖ ഉപദേശവാക്യം എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തു. അതിനുശേഷം നമ്മൾ തൈത്തിരീയ ഉപനിഷത്ത് ചർച്ച ചെയ്തു, ചാന്തോക്യം പറഞ്ഞു, കേനം പറഞ്ഞു അല്ലേ. എന്താണ് നേതി നേതി എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ടു. ന ശാശ്വത ന ശാശ്വത. ഇനി ഇതെല്ലാം മറന്നേരും. എന്താണ് അധ്യാരോപമെന്നോ അപവാദമെന്നോ ആ ബ്രഹ്മസൂത്ര ഭാഷ്യവും മറ്റു ഭാഷ്യങ്ങളും ഉപദേശവാക്യങ്ങളും എല്ലാം മറന്നേര്. ഈ ഒറ്റ കാര്യം ഓർത്താൽ മതി. ന ശാശ്വത ന ശാശ്വത. മമ ശരീര ന ശാശ്വത, മമ മനസ്സ് ന ശാശ്വത, മമ വിത്തം ന ശാശ്വത അല്ലേ, മമ ബാന്ധവാഹ ന ശാശ്വത അല്ലേ, മമ പുത്രാഹ ന ശാശ്വത അല്ലേ, മമ പത്നി ന ശാശ്വത, മമ ഗൃഹം ന ശാശ്വത, മമ വിത്തം ന ശാശ്വത. അത് ചിന്തിച്ചാൽ സാധനയായി. ഇതൊന്നും ശാശ്വതമല്ല. ആ ചിന്തനം നമുക്ക് കരുത്ത് നൽകും. നമ്മൾക്ക് പിന്നെ കംപ്ലൈൻ്റ് ഉണ്ടാവില്ല. അവർക്ക് എന്നോട് അറ്റാച്ച്മെൻ്റ് ഇല്ല, അവരെന്നെ സ്നേഹിക്കുന്നില്ല അല്ല, ഇങ്ങനെ ഇത്യാദി ഇൻസെക്യൂരിറ്റി വരില്ലേ നമുക്ക്. അയ്യോ ഞാൻ ഒറ്റയ്ക്കാണ്, പ്രായമാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും അല്ലേ, ഇത്യാദി ആ ഭാവങ്ങൾ അതെല്ലാം മാറ്റിയെടുക്കാൻ സഹായിക്കും ഈ സാധന. അതിനു വേണ്ടിയാണ് യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞത് ന ശാശ്വത ന ശാശ്വത. എപ്പോഴും ആ ചിന്ത ഉണ്ടാകണം. ആ ചിന്ത സത്യസ്യ സത്യം എന്ന മഹാവാക്യത്തെ ഉപദേശത്തെ ഉൾക്കൊള്ളുവാൻ നമ്മൾക്ക് അധികാരം നൽകും എന്ന് പറഞ്ഞുകൊണ്ട് അധ ദ്വിതീയോധ്യായഃ
തൃതീയ ബ്രാഹ്മണം മൂർത്താമൂർത്ത ബ്രാഹ്മണം സമാപ്തം. ഓം നമ പരമഋഷിഭ്യോ നമ പരമഋഷിഭ്യോ നമ പരമഋഷി. ഒരു കാര്യം പറയാൻ മറന്നുപോയി. രണ്ടാമത്തെ നേതി എന്തെന്ന്, വീപ്സ ശബ്ദം എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ കണ്ടിരുന്നു. റിപ്പീറ്റഡ് ടീച്ചിങ് അല്ലേ? വീപ്സ ശബ്ദം സെക്കൻഡ് നേതി. ഒരു തവണ ന ശാശ്വതം എന്ന് പറഞ്ഞു, രണ്ടാമതും ന ശാശ്വതം എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയാണ്? ആവർത്തിച്ച് ഉപദേശിക്കുകയാണ്. അത് അത്രയും പ്രാധാന്യമുള്ളത് കൊണ്ടാണ്. ആവർത്തിഹി അസകൃത് ഉപദേശാത് അല്ലേ? എവിടെയൊക്കെ ആവർത്തിക്കുന്നുണ്ടോ അതിൻ്റെ അർത്ഥം അത്രയും പ്രാധാന്യപ്പെട്ടതാണ് അവ എന്നും ചർച്ച ചെയ്തിരുന്നു. ബാക്കി നമുക്ക് നാളെ കാണാം. ഈ ആഴ്ച മുഴുവൻ ക്ലാസ്സും ഉണ്ട്. ദയവായി എല്ലാവരും സഹകരിക്കുക. അടുത്ത ആഴ്ച അവധി തരാം. 2 ദിവസം ശനി ഞായറും അടുത്ത ആഴ്ച അവധി തരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ശിശു ബ്രാഹ്മണം മൂർത്താമൂർത്ത ബ്രാഹ്മണം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദയവായി പറയുക. നാളെ നമുക്കത് ചർച്ച ചെയ്തിട്ട് മൈത്രേയി ബ്രാഹ്മണത്തിലേക്ക് പ്രവേശിക്കാം. നാളെ കൊണ്ട് നമുക്ക് മൈത്രേയി ബ്രാഹ്മണം ഒരാവർത്തി വീണ്ടും റിവിഷൻ നടത്താം. അതിനുശേഷം നമുക്ക് മധുബ്രാഹ്മണത്തിലേക്ക് പ്രവേശിക്കണം. മധുബ്രാഹ്മണം സനത്കുമാര മഹർഷി ശിഷ്യനായി, സനത്കുമാരന്മാർ 2 പേര്, അവർ ശിഷ്യനായിട്ട് ഗുരുനാഥൻ വന്നുകൊണ്ട് ഉപദേശം നൽകുന്നതാണ് മധുബ്രാഹ്മണം. നമുക്ക് അതിലേക്ക് തിങ്കളാഴ്ച മധുബ്രാഹ്മണം തുടങ്ങാം. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ അയക്കാത്തവർ ദയവായി അയക്കുക. നിങ്ങൾക്ക് ഒരു ചോദ്യത്തിനുള്ള ഉത്തരം അറിയുമെങ്കിലും അതെങ്കിലും അയച്ചു തരിക. വീണ്ടും ഞാൻ പറയുന്നു, അത് നമുക്ക് വേണ്ടിയാണ്. യാജ്ഞവൽക്യ മഹർഷിക്കുള്ള ദക്ഷിണയായി അതിനെ കാണണം. അതിനൊരു മഹത്വ ബുദ്ധി കൊടുക്കണം. എങ്കിലേ ശ്രുതി മാതാവിൻ്റെയും ഗുരു പരമ്പരയുടെയും അനുഗ്രഹം നമ്മൾക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത്. നമോ നാരായണം. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സമ്പ്രദായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.